ചെറുപ്പക്കാർക്കെതിരെ എടുത്തിരിക്കുന്നത് വധശ്രമത്തിനുള്ള കേസാണ്. 11 വകുപ്പുകളായിരുന്നു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് പറയുന്നു, ഈ ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ട് താങ്കൾക്കും താങ്കളുടെ പോലീസിനും ആ ചെറുപ്പക്കാർ വധശ്രമത്തിലെ കേസിൽ പ്രതികളാക്കപ്പെടാനുള്ള തെറ്റോ കുറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു പരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറായിട്ട്. സത്യസന്ധത എന്ന വാക്കിനോട് എന്തെങ്കിലും നീതി പുലർത്താൻ നിങ്ങളുടെ സംവിധാനത്തിന് കഴിയുമെങ്കിൽ ആ ചെറുപ്പക്കാർക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിച്ച് അവരെ തടവറയിൽ നിന്ന് മോചിപ്പിക്കണം. വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഒരു കറുത്ത കഷ്ണ തുണി കൊണ്ട് 2 മുദ്രാവാക്യം വിളിച്ചതിന് വധശ്രമത്തിന് കേസ്. എങ്ങനെ പാർട്ടി സെക്രട്ടറി തന്നെ പറയാം മന്ത്രിയെ കൊല്ലാനായിരുന്നു തീരുമാനം? നാണമുണ്ടോ? ഗോവിന്ദമാഷിനെ പോലെ ഒരാൾ CPM-ന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്ന് പറയുന്ന വർത്താനം. മന്ത്രിയെ കൊല്ലാനായിരുന്നു തീരുമാനം. എന്ത് 2 KSUക്കാർ റെയിൽവേ സ്റ്റേഷനിൽ മുദ്രാവാക്യം വിളിക്കാൻ, മുഴുവൻ ചാനലുകളും 10-35 പോലീസും ഉള്ളിടത്ത് മന്ത്രിയെ കൊല്ലാൻ വേണ്ടിയാണോ കറുത്ത തുണിയും കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ചെല്ലുന്നത്? ഇതൊക്കെ ചെയ്തു വന്ന് വളർന്ന നേതാക്കന്മാർ നയിക്കുന്ന പ്രസ്ഥാനമാണ്. സമരം തുടരാതിരിക്കാൻ പറ്റുമോ? നാളെ രാവിലെ കളക്ടറേറ്റിലേക്ക് വന്ന നാളെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആരോഗ്യരംഗത്തെ വീഴ്ചകളെ സംബന്ധിച്ചുള്ള സമരം തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ ആദ്യം പറഞ്ഞ എന്താ, ആ സഹോദരിമാരുടെ കുട്ടിയുടെയും വേദന ഈ വകുപ്പിനോ ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിക്കോ ഈ ഗവൺമെന്റിനോ അറിയുന്നുണ്ടോ എന്നുള്ളതാ. അവരുടെ അമ്മമാരുടെ പ്രതികരണം, നിങ്ങൾ ആ സഹോദരിമാരുടെ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? ഹർഷിന എന്ന് പറയുന്ന അവർ നടത്തിയ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? വിനോദിനിയുടെ അമ്മ നടത്തിയ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? സമരരംഗത്തുനിന്ന് ഞങ്ങളെ പിന്മാറ്റാനും ചർച്ചയിൽ നിന്ന് വിഷയം മാറ്റാനും ഒക്കെയാണ് ഈ അക്രമവും വധശ്രമവും ഈ ബോംബെറിയലും എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ ബോംബ് കേരളത്തിൽ പൊട്ടില്ല. നിങ്ങളെ നിരന്തരം ഞങ്ങൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിലെ ജനങ്ങൾ അന്തിമ വിചാരണക്ക് കാത്തിരിക്കുകയാണ്. അവരുടെ വിധിയെഴുത്തും അധികം വൈകാതെ ഉണ്ടാവും. ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും നാളുകൾ അത് എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ജനാധിപത്യ സമരമല്ലേ? കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പണ്ട് കരിങ്കൊടി സമരത്തിന് അന്ന് കരിങ്കൊടി സമരത്തെ ന്യായീകരിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ ഇപ്പോഴും നമ്മൾ പുറത്തു വരുന്നില്ലേ? ഇതിലുള്ള 1 ഡസൻ മന്ത്രിമാരെങ്കിലും കരികൊടിയുമായിട്ട് കേസിൽ പ്രതികളായിരുന്നവരായിരിക്കും. അല്ല, സമരം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞപ്പോ ആ സഹോദരിയുടെ വയറ്റിൽ 5 വർഷമായിട്ട് ഒരു കത്രിക പെട്ടിട്ട് ഒരു ഉത്തരവാദിത്തത്തോടെ അതിനെ സമീപിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ മുമ്പിലല്ലേ ഹർഷിന എന്ന് പറയുന്ന സഹോദരി എത്രയോ കാലമായിട്ട് ആ വേദന പറയുന്നത്. ആ വിനോദിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൈ ചികിത്സാ പിഴവ് കൊണ്ട് മാത്രം മുറിച്ചു മാറ്റേണ്ടി വന്നിട്ട് അതിന് പകരം ഒരു കൃത്രിമ കൈ വെച്ച് കൊടുക്കാൻ പോലും ഗവൺമെന്റ് വന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവല്ലേ ചെയ്തു കൊടുത്തത്. എന്ത് ഉത്തരവാദിത്തം ഇവർക്ക് ഇവിടുത്തെ ജനങ്ങളോടുള്ളത്? അല്ല, അതല്ലാതെ എന്താ ചെയ്യുക? ഞാൻ പറയുന്നത് സമരം, ഞങ്ങൾ ഒരു സെക്കൻഡ് വേണോട്ടോ. ഞങ്ങളുടെ സമരത്തിൽ ആർക്കെങ്കിലും ഒരു ബോംബ് എറിഞ്ഞോ? ഞങ്ങളുടെ സമരത്തിൽ ആരെങ്കിലും ഇഞ്ചോർഡായോ? ഞങ്ങളുടെ സമരത്തിൽ ഏതെങ്കിലും പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ? ജനാധിപത്യ സമരമല്ലേ? പല രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടാവും, പക്ഷെ അതെല്ലാം ജനാധിപത്യ സമരമായിരിക്കും. മുഖ്യമന്ത്രിയുടെ നെഞ്ചിന് ഇതേ കണ്ണൂർ ജില്ലയിലല്ലേ അന്നും ഇപ്പത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിങ്ങളടുത്ത് പരിശോധിച്ചിരിക്കുക. നെഞ്ചും കൂടെ എന്താ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതാണോന്നാണ്, ലോഹക്കൂടാണോന്നാ ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് ചോദിച്ചത്. 2000 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് KV തോമസിനെ കരിമഷി കൊണ്ട് അഭിഷേകം ചെയ്തത്. ഇതേ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കരിയോയിൽ കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പുതിയ ഡ്രസ് വാങ്ങിക്കും. അല്ല, മോഹൻലാലിനൊന്നും അപകടമൊന്നും വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേതാവാണ്. ആ മേഖലയിൽ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള, രാജ്യത്ത് തന്നെ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഇവര് ഈ പറയുന്ന കള്ളത്തരത്തിനും ഗുണ്ടായുസത്തിനും അക്രമങ്ങൾക്കും ഒക്കെ മറയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ഇന്റർവ്യൂവിന് ഇനി ഗവൺമെന്റിനെ രക്ഷിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ആ ഇന്റർവ്യൂ ജനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് അവർ അധികം വൈകാതെ തെരഞ്ഞെടുപ്പിൽ പുറത്തു വിടും.
പ്രേംനസീറിനെ കൊണ്ടുവന്നാലും രക്ഷപ്പെടാൻ പോവില്ല കേരളത്തിൽ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആധികാരികത പോലീസ് പരിശോധിക്കട്ടെ. കാരണം സ്ക്രീൻഷോട്ടിനൊക്കെ പറ്റി ഞാൻ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു സ്ക്രീൻഷോട്ടും കൊണ്ട് എന്തോരം കള്ളപ്രചരണങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ട് എന്തെല്ലാം വടകരയിൽ നടത്തി. നിങ്ങൾ ഒരു ചോദ്യം അതിനെപ്പറ്റിയും കൂടെ ചോദിക്കണം. മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ അതിനെപ്പറ്റി എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളല്ലേ. എന്ത് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിൽ ആ സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നത്? എന്തേ അതിനപ്പുറം പോവാൻ പോലീസിന് കഴിയാതെ പോകുന്നത്? അപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ ആധികാരികത അത് പോലീസ് പരിശോധിക്കട്ടെ. ഞങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്കില്ല. പിന്നെ സമരക്കാർക്ക്, കേരളത്തിലെ സമരം ചെയ്യുന്ന, ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകൾ, ഇതിപ്പോൾ രണ്ട് കാര്യം പരിശോധിക്കണം. ഒന്ന്, അവിടെയും യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റിനെ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ കള്ളക്കേസിൽ അകത്തിടുകയാണ്. നിങ്ങൾക്കറിയാം, സമ്മിറ്റിൽ നടന്ന സമരത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റിനെ കള്ളക്കേസ് എടുത്തിട്ട് അവിടെ അകത്തിട്ടിരിക്കുകയാണ്. എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെയും അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. രണ്ടിടത്തും ഞങ്ങൾക്ക് പറയാനുള്ളത്, ജനാധിപത്യ സമരങ്ങൾക്ക് അവനവൻ്റെ വീട്ടിലെ കാര്യത്തിനും അതിർത്തി തർക്കത്തിനും അല്ല, നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ചെറുപ്പക്കാർ സമരരംഗത്ത് ഇറങ്ങുന്നത്. അവർക്ക് പിന്തുണ കൊടുക്കാനും സംരക്ഷിക്കാനും കേരളത്തിലെ UDF പ്രസ്ഥാനത്തിന് കഴിയും, പാർട്ടിക്ക് കഴിയും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ അവരൊക്കെ സമരരംഗത്ത് നിന്ന് പിൻവാങ്ങും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യൂത്ത് കോൺഗ്രസും KSUവും UDFൻ്റെ മറ്റ് യുവജന പോഷക സംഘടന പ്രസ്ഥാനങ്ങളും ഒക്കെ തുടർന്നും സമരരംഗത്തുണ്ടാവും. ഇവരിൽ നിന്നുള്ള മോചനം കേരളത്തിന് സാധ്യമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റിയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.